എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങളിപ്പോൾ ഒരു ബിഗിനറാണ്, പക്ഷെ നിങ്ങൾക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമാണെന്ന് വിചാരിക്കുക. എന്നെ പോലെ ഞാനിപ്പോൾ ബിഗിനർ ആയിട്ടുള്ള ഒരാളാണ്, പക്ഷെ എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പം ഞാനിവിടെ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ബോക്സിൽ കുറച്ച് പ്രോഡക്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുവാണ്, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് പ്രസൻറ്റബിൾ ആയിട്ട് പോകേണ്ട സിറ്റുവേഷൻസിൽ ഞാൻ യൂസ് ചെയ്യുന്ന മേക്കപ്പ് പ്രോഡക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടെ ബിഗിനർ ഫ്രണ്ട്ലി ആണ്. നിങ്ങളിപ്പോൾ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോഡക്ട്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ? അപ്പോൾ ഞാൻ ബേസ് പ്രോഡക്ട്സിൽ നിന്ന് തൊട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആദ്യം ഇടുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്. ഇതിൻ്റെ അവസ്ഥ കണ്ടാൽ നിങ്ങൾക്കറിയാം, ഇതിങ്ങനെ പ്ലേറ്റ് പോലെ. അതായത് ഇത് പോൺസിൻ്റെ ഒരു BB ക്രീമാണ് കേട്ടോ. ഇപ്പോൾ ഇത് എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഒരു ഐവറി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. ഇത് എനിക്ക് കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ്, പക്ഷെ എൻ്റെ സ്കിന്നിൽ അത് കുറച്ചും കൂടെ ഓക്സിഡൈസ്ഡ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഷെയ്ഡോ ഒന്നിൽ അധികം ഷെയ്ഡോ കുറച്ചും കൂടെ ഡാർക്കറായി വരുന്നതിനെയാട്ടോ നമ്മൾ ഓക്സിഡൈസ്ഡ് ആവാന്ന് പറയുന്നത്. അപ്പോൾ ഇതെനിക്ക് കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും എൻ്റെ സ്കിന്നിനോട് ചേർന്നിട്ട് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലതാണ്. ഇത് കുറച്ചും കൂടെ ഒരു ഈവൺ കവറേജ് നമുക്ക് തരാൻ വേണ്ടിയിട്ട്, ഒരു ഈവൺ ടോൺ നമുക്ക് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് പുറത്തേക്ക് പോകണം, വേറെ പ്രോഡക്ട്സ് ഒന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു BB ക്രീമും ഒരു ലിപ്സ്റ്റിക്കും മാത്രം ഇടാണെന്നുണ്ടെങ്കിൽ തന്നെ കുറച്ചും കൂടെ ഒരു പ്രസൻറ്റബിൾ നമ്മളുടെ തന്നെ സ്കിൻ പക്ഷെ ഒരു ബെറ്റർ ലുക്കിൽ നമുക്ക് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് നല്ല. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 275 റുപ്പീസാണ് വരുന്നത്. പക്ഷെ ആ റേറ്റിന് നല്ലത്. അത്യാവശ്യം നാൾ നിൽക്കും. ഇതിപ്പോൾ ഞാൻ കുറച്ച് അധികം നാളായി മേടിച്ചിട്ട്, പക്ഷെ ഇതിൽ കുറച്ചും കൂടി ഉണ്ട് ഞെക്കി പിഴിയാൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടെ ബാക്കിയുണ്ട് കേട്ടോ. നല്ലതാണിത്. ഇതൊരു ഷിയർ കവറേജേ ഉള്ളൂ, പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സ്കിൻ ലൈക്ക് ലുക്കൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് മേടിച്ചോളൂ കേട്ടോ. ഇത് നല്ലൊരു പ്രോഡക്റ്റ്. ഇത് നമ്മളുടെ ബേസ് പ്രോഡക്റ്റിൽ വരുന്നത് ഈ 2 കൺസീലേഴ്സ് ആണ് കേട്ടോ. ഇതിൽ ഈ ഫസ്റ്റത്തെ കൺസീലർ വന്നിട്ട് നമ്പർ 1 ഷെയ്ഡ് വാം സാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് എൻ്റെ സ്കിന്നിലുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്. അപ്പോൾ ഡാർക്ക് സ്പോട്ട്സ് കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ഡാർക്കർ ഷെയ്ഡ് ഓഫ് കൺസീലറാണ് യൂസ് ചെയ്യുക. അതിനുശേഷം അതൊന്ന് ബ്ലെൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ എൻ്റെ സ്കിന്നിനോട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ലൈറ്റർ ഷെയ്ഡും കൂടെ യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഈ 2 കൺസീലേഴ്സും മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഡാർക്കർ കൺസീലർ എന്ന് പറയുന്നത് ഇത് കുറച്ചും കൂടെ ഒരു ഓറഞ്ച് ടിൻ്റ് ഉള്ള ഒരു കൺസീലറാണ്. അപ്പോൾ ഓറഞ്ച് ടിൻ്റ് ഉള്ള കൺസീലർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് നമ്മുടെ ഡാർക്ക്നെസ് കുറച്ചും കൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓറഞ്ച് ടിൻ്റ് ഉള്ള നമ്മൾ കൺസീലർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാർക്ക്നെസ് കുറച്ചും കൂടെ അത് കവർ ചെയ്യും. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആഷ് ഷെയ്ഡിലോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് നമ്മളൊരു ലൈറ്റ് ഷെയ്ഡ് കൺസീലർ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാം, ചില നമ്മൾ തന്നെ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ കണ്ണിൻ്റെ അടിയിലോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡാർക്ക്നെസ് ഉള്ള ഏരിയാസിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതൊരു ഗ്രേ ഷെയ്ഡ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു കൺസീലർ ആദ്യം യൂസ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ നമ്മളൊരു ലൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ, കുറേ പേർക്കൊക്കെ അറിയുന്ന കാര്യങ്ങളായിരിക്കും. ഇപ്പം നിങ്ങൾ നന്നായി മേക്കപ്പ് ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ നന്നായി അറിയുന്ന കാര്യങ്ങളായിരിക്കും കേട്ടോ. ഞാനിത് ബിഗിനേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്നതാട്ടോ. ഇപ്പം എന്നെ പോലെ മേക്കപ്പ് ഇടാനായിട്ട് ഇഷ്ടമാണ്, പക്ഷെ അധികം അറിയില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ ബിഗിനറാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത് ഈ 2 പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു റേറ്റിൽ ഇതൊരു 200-300 ആ ഒരു റേറ്റാണ് കേട്ടോ വരുന്നത്. നല്ല കൺസീലറാണ്. ഞാൻ ബാക്കിയുള്ള കൺസീലേഴ്സ് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അതിൻ്റെ പ്രൈസിൻ്റെ ഹൈപ്പിനെക്കാട്ടിലും കൂടുതൽ അതങ്ങനെ വർക്ക് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഇത് നല്ല കൺസീലറാണ്. ഇത് അത്യാവശ്യം നല്ല കവറേജും ഉണ്ട്, അങ്ങനെ ക്രീസ് ആവുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അധികം നേരം അത് ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നല്ല കൺസീലറാണ്. ഇത് 2 ഷെയ്ഡാണെന്നുണ്ടെങ്കിലും നല്ലതാണ്. ഇത് നിങ്ങൾ ഡാർക്ക് സ്പോട്ട്സ് അധികം ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇത് യൂസ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഈ ഒരു കൺസീലറും കൂടെ യൂസ് ചെയ്തിട്ട് ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഈ 2ഉം കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ സ്കിൻ ടോണിലോട്ട് തന്നെ വരും കേട്ടോ. ഇത് ഷെയ്ഡ് ഒരു മീഡിയം ബേജ് ആണ് വരുന്നത്. ഈ 2 ഷെയ്ഡും ഇത് നല്ലതാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മേടിച്ച് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു, സ്കിൻ കെയർ ചെയ്തു, നമ്മളൊരു BB ക്രീം അപ്ലൈ ചെയ്തു, നമ്മളുടെ ഡാർക്ക്നെസ് ഉള്ള ഭാഗത്തൊക്കെ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്തു. ഇനി നമുക്കത് സെറ്റ് ചെയ്യണ്ടേ.
അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ് ഈ പോൺസിൻ്റെ ഈ സെറ്റിംഗ് പൗഡർ കേട്ടോ. ഇത് നാച്ചുറൽ ഗ്ലോ ഫേസ് പൗഡർ. ഇതിൻ്റെ നമുക്കൊരു പിങ്ക് വാരിയൻറ്റും അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് നമ്മളുടെ ഒരു എന്താ പറയുക കോമ്പാക്ട് പൗഡറൊക്കെ ഇല്ലേ ആ ഒരു ഷെയ്ഡിലുള്ളതാ. ഇത് കുറച്ചും കൂടെ ഒരു ഓയിൽ ഫ്രീ ആയിട്ടുള്ള ലുക്കൊക്കെ നമുക്ക് തരും എന്നാണ് ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. എനിക്കിത് തോന്നിയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ എന്താ പറയുക ക്രീമി പ്രോഡക്ട്സ് അപ്ലൈ ചെയ്തല്ലോ ഓൾറെഡി. അപ്പോൾ നമ്മളുടെ ഓൾറെഡി ഓയിലി ഒക്കെ ആയിട്ടുള്ള ഫേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്, അതല്ലെന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മേക്കപ്പ് കുറച്ചും കൂടെ സെറ്റ് ചെയ്തിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല നമ്മൾ ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്തതിൻ്റെ ഒരു ക്രീസിനെസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡാമ്പ് ചെയ്ത് ഒന്ന് കുറച്ചും കൂടെ ഒന്ന് മാറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് നല്ലതാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് അങ്ങനെ ഗ്ലോ തരുമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ചും കൂടി മാറ്റിഫൈ റേഞ്ചിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇത് നല്ലത്. ഇതിൻ്റെ സ്മെല്ലും ഒക്കെ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പഫൊക്കെ അവർ തരുന്നുണ്ട് കണ്ടോ. ഇത് ഇങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ആട്ടോ. ഇവിടേക്ക് നമ്മൾ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കിനും അടിയിൽ നിന്ന് പ്രോഡക്റ്റ് ഇങ്ങനെ പൊന്തി വരും. അങ്ങനെയാണ്. നല്ലതാട്ടോ. ഇത് നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഐബ്രോസിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആട്ടോ. ഇത് എസൻസിൻ്റെ ബ്രോ കിറ്റാണ് കേട്ടോ. അതായത് ഇതിൽ നമ്മളുടെ ഒരു ബ്രോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഉണ്ടോ ഐ ഷാഡോ പോലെ തന്നെ 2 ഷെയ്ഡിൽ വരുന്നുണ്ട്. ഇത് പക്ഷേ നമ്മുടെ ബ്രോസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ആംഗുലർ ബ്രഷും ഉണ്ട്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാൻ ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്, മാക്സിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. പക്ഷേ ഇത് നാട്ടിലും മേടിക്കാനായിട്ട് കിട്ടും. അടിപൊളി സാധനമാണ്. ഇങ്ങനത്തെ ഒരെണ്ണം നിങ്ങളിപ്പോൾ ഐബ്രോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാട്ടോ. ഇത് പൗഡർ ഫോർമുല ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ഫിനിഷാണ് തരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ബിഗിനർ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ യൂസ് ചെയ്യാനായിട്ട് എളുപ്പമായിട്ടുള്ളത് എന്താ പറയുക ഐബ്രോ പെൻസിലായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യാട്ടോ. അത് നല്ലതാണ്. അത് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള. പക്ഷേ ഐബ്രോ പെൻസിലിൻ്റെ ഒരു ഡിഫക്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിങ്ങനെ വരയ്ക്കുമല്ലേ, അപ്പോൾ കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഡ്രമാറ്റിക് ലുക്ക് അങ്ങനെ നമ്മൾ വരച്ച് അത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ലുക്ക് പോലെ നമുക്ക് തോന്നും. പക്ഷേ ഇതിന് അങ്ങനത്തെ പ്രശ്നമില്ല കേട്ടോ. ഇത് നമ്മൾ എടുക്കുന്ന പ്രോഡക്റ്റ് നമ്മൾ കുറച്ച് അതായത് അധികം പ്രോഡക്റ്റ് നമ്മുടെ ബ്രഷിൽ വരാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ഫിനിഷിൽ നമുക്ക് നമ്മുടെ ഐബ്രോസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് നല്ല പ്രോഡക്റ്റാണ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐബ്രോ പ്രോഡക്റ്റ് വേറെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മേടിച്ചോ. ഞാൻ ഗ്യാരണ്ടി അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. മസ്റ്റ് ഹാവ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ. ഇതിൻ്റെ ബ്രാൻഡ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സജഷൻ പറയാം. നിങ്ങൾക്ക് സ്വിസ് ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റ് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ മാർസിൻ്റെ ഐ ഷാഡോ പാലറ്റ് ഉണ്ട്. അതൊക്കെ നമുക്ക് ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ട് ഇതെല്ലാ പ്രോഡക്ട്സും കുറച്ചും കൂടെ അഫോർഡബിൾ ആട്ടോ. ഇപ്പം ഞാൻ കാണിച്ച BB ക്രീം ആണെന്നുണ്ടെങ്കിലും ഈ കൺസീലേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പൗഡർ ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ബിഗിനർ ആകുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക ഹൈപ്പായിട്ടുള്ള പ്രോഡക്ട്സിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് ഉള്ള പ്രോഡക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ പ്രോഡക്ട്സ് കൊളാക്കണ്ട, നമ്മൾ മേക്കപ്പ് ചെയ്ത് കൊളാക്കണ്ടെന്ന് കരുതിയിട്ടാണല്ലോ നമ്മൾ ആദ്യം ചെറിയ അതായത് കുറച്ചും കൂടെ റേറ്റ് കുറവുള്ള അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സിൽ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് അങ്ങനെ തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഹൈപ്പായിട്ടുള്ള പ്രോഡക്ട്സ് മേടിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാലറ്റ് മേടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മാർസിൻ്റെയോ സ്വിസ് ബ്യൂട്ടിയുടെയോ ഒക്കെ നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ. അങ്ങനെ ഒരു പാലറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഐ ഷാഡോ അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വേണ്ട കേട്ടോ. ഇപ്പോൾ ഇത്രയും പ്രോഡക്ട്സ് തന്നെ വെച്ചിട്ട് നമുക്ക് ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആക്കണം, നിങ്ങളുടെ ഐ കുറച്ചും കൂടെ പോപ്പ് ചെയ്തൊക്കെ കാണിക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കണ്ടാൽ നിങ്ങൾക്കറിയാം എല്ലാം ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് കേട്ടോ. പക്ഷെ നമുക്ക് അത്യാവശ്യം ഐ ലുക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് തന്നെ ധാരാളമായിട്ട് വരും. നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് മാറ്റി മറിച്ചൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അതുപോലെ ബേസിക് കളേഴ്സ് മാത്രമുള്ള ഒരു ഐ ഷാഡോ പാലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറേ ലുക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ ആ മസ്റ്റ് ഹാവിൽ ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. നല്ലതാട്ടോ ഇത്. അപ്പോൾ നമ്മളുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 2 സംഭവങ്ങളാണ്. നമ്മളുടെ ഒരു ഐലൈനറും ഒരു കാജലാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് അടിയിലൊക്കെ കണ്ണെഴുതി നല്ല സുന്ദരിയായിട്ട് പോകാനായിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മളുടെ കാജലാണ് L8ൻ്റെ ഒരു കാജൽ. ഇത് നല്ല ഡാർക്ക് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കാജലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളുടെ കണ്ണെഴുതുമ്പോഴത്തേക്കും നല്ല ജെറ്റ് ബ്ലാക്ക് ആയിട്ടിരിക്കുന്നത്. അത് കുറച്ചും കൂടെ നമ്മുടെ ഐസിനെ പോപ്പപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലതാണ്. ഇത് അങ്ങനെ ലാസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റിങ് ഇതിന് ഇച്ചിരി കുറവാണ്. പക്ഷേ ഇതിൻ്റെ കളർ ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല ജെറ്റ് ബ്ലാക്ക് ആയിട്ട് കുറച്ചും കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ കുറച്ചും കൂടെ ഈസിയാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒരു വിങ്സ് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിലും വാലൊക്കെ ഇട്ടിട്ട് കണ്ണെഴുതണം എന്നുണ്ടെങ്കിലും ഇത് നന്നായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ ചില കാജൽസ് കുറച്ചും കൂടെ റഫാണ്, കുറച്ചും കൂടെ എന്താ പറയുക ഹാർഡാണെന്നുണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് കണ്ണെഴുതി ഇങ്ങനെ വാലിട്ടൊന്നും കണ്ണെഴുതാനായിട്ട് അത് പറ്റില്ല. പക്ഷേ ഇത് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് നമ്മളുടെ കണ്ണിൽ ഗ്ലൈഡ് ചെയ്യും. നല്ലതാട്ടോ ഇത്.
എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു കാജലാണ് കേട്ടോ. ഇത് മേടിച്ചോളൂ കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാണ്, കണ്ണെഴുതാനൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് മേടിച്ചോളൂ കേട്ടോ. അടുത്തത് വന്നിട്ട് നമ്മളുടെ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു ഐലൈനറാണ് കേട്ടോ. ഇത് നല്ല ഐലൈനറാണ്. ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഐലൈനറാട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ചും കൂടെ ഒരു ഗ്ലോസി ഫിനിഷാണ്. ഇപ്പോൾ ചില ആളുകൾക്ക് ഉണ്ടായിരിക്കും അവർക്ക് കണ്ണിന് മാറ്റ് ഫിനിഷ് ആയിരിക്കും ഇഷ്ടം, അതായത് മൊത്തം അവർക്ക് അങ്ങനെ ഗ്ലോസി ആയിട്ടിരിക്കുന്ന ഐ മേക്കപ്പ് ഇഷ്ടമല്ലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഗ്ലോസി, ഒരു ഗ്ലേസിങ് ഒക്കെ ഉള്ള ഒരു ലുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഐലൈനർ ഇഷ്ടമാവും. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഇത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഇതിനൊരു ഒരു ഗ്ലേസിങ് ഉണ്ട് ഇതിന്. നമ്മൾ എന്താ പറയുക, കണ്ണിൽ വരച്ച് കഴിയുമ്പോഴത്തേക്കിനും കുറച്ചും കൂടെ എന്താ പറയുക ഒരു ഗ്ലേസിങ് ഉള്ള പോലെ, ഒരു തിളക്കുള്ള പോലെയാണ് കേട്ടോ ഇതിരിക്കുക. അതുപോലെ തന്നെ ഇത് റിമൂവ് ചെയ്യാനും കുറച്ചും കൂടെ എളുപ്പമാണ്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ തിരുമ്മി കഴിയുമ്പോൾ അതിങ്ങനെ പീൽ ഓഫ് ചെയ്ത് വരുന്ന പോലെയുള്ള ഒരു ഐലൈനറാണ് കേട്ടോ. നല്ലതായത് ഇതിൻ്റെ റേറ്റ് ഏകദേശം ഒരു 200-300 അറൗണ്ട് ആണ് വരുന്നത്. നമുക്ക് ഡിസ്കൗണ്ടിലൊക്കെ 180 അത്രയൊക്കെ അതിന് കിട്ടാറുണ്ട് കേട്ടോ. നല്ല ഐലൈനറാണ്. നിങ്ങളിപ്പോൾ ബിഗിനറാണ്, കുറച്ചും കൂടി ഇതിൻ്റെ ടിപ്പൊക്കെ നല്ലതാട്ടോ. ഇതിൻ്റെ അപ്ലിക്കേറ്ററും കുറച്ചും കൂടെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്. കണ്ടോ, ഇത് കുറച്ചും കൂടെ ഇങ്ങനെ, നിങ്ങൾക്ക് കാണാനുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, കാണുന്നുണ്ടോ? ഇത് കുറച്ചും കൂടെ എന്താ പറയുക തിന്നായിട്ടുള്ള അപ്ലിക്കേറ്ററാണ്. ചില ഐലൈനറിൻ്റെ ഉണ്ടായിരിക്കും ഹാർഡായിട്ടുള്ള, കുറച്ചും കൂടെ തിക്കായിട്ടുള്ള അപ്ലിക്കേറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ വാലൊക്കെ വരയ്ക്കാനും കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് എഴുതാനൊക്കെ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. ഇത് കുറച്ചും കൂടെ നല്ല, അത്യാവശ്യം ക്വാണ്ടിറ്റി കുറവാണ്, പക്ഷെ എന്നാലും നല്ല ഐലൈനറാണ്. നിങ്ങൾ നല്ലൊരു ഐലൈനർ മേടിക്കാൻ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മേടിച്ച് നോക്കിക്കോളൂ കേട്ടോ, നല്ല പ്രോഡക്റ്റാണ്. നമ്മളുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു മസ്കാരയാണ് കേട്ടോ. ഇത് എസൻസിൻ്റെ മസ്കാരയാണ്. ഐ ലവ് എക്സ്ട്രീം വോളിയം മസ്കാരയാണ്. ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് കുറച്ച് ക്ലംസിയാണ് കേട്ടോ. അതായത് കുറച്ചും കൂടെ നമ്മൾക്ക് എന്താ പറയുക, ക്ലംസി അല്ല, ക്ലംസ് ഉണ്ടാക്കുന്നുണ്ട് നമ്മളുടെ ലാഷസിൽ. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും കുറച്ചിങ്ങനെ കട്ട പിടിക്കുന്ന പോലെ ഇല്ല, അങ്ങനെ പോലെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ മേടിച്ച് ഇനീഷ്യൽ ഡേയ്സിലൊന്നും കുഴപ്പമില്ല, അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചൊരു എന്താ പറയുക കട്ട പോലെ വരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു കോൾ വന്നു കേട്ടോ, അപ്പോൾ അത് കാരണം വീഡിയോ കട്ടായി പോയതാ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മസ്കാരേനെ പറ്റിയാണ്. ഇതിന് കുറച്ച് ക്ലംസ് വരുന്നുണ്ട്, അതായത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും ലാഷസിൽ കുറച്ച് കട്ട പിടിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ കാണിച്ച എല്ലാ പ്രോഡക്ട്സും ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് സജഷൻ ആയിട്ട് കാണിക്കുന്ന പ്രോഡക്ട്സ് ആണ് കേട്ടോ. അതായത് ഇന്ന പ്രോഡക്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല ലുക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ഈ ബ്രാൻഡ്സ് തന്നെ നിങ്ങൾ മേടിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മേടിക്കാം. പക്ഷേ ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ലുക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ മസ്കാരയുടെ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് അതാണ്. ബാക്കി എല്ലാം കൊണ്ടും ഈ മസ്കാര നല്ലതാണ് കേട്ടോ. നമുക്ക് നമ്മളുടെ ലാഷസിന് കുറച്ചും കൂടെ ഒരു വോളിയം തരാൻ വേണ്ടിയിട്ടും നമ്മളുടെ ഐ ലുക്സ് കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു മസ്കാര നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ കുറച്ചും കൂടെ ഒരു വോളിയം ഉള്ളതുപോലെ നമുക്ക് കുറച്ചും കൂടെ കേൾ ചെയ്യുന്നത് പോലെ ഈ ഒരു മസ്കാര അതിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നല്ലൊരു മസ്കാര. ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മസ്കാര ഇതിനെക്കാട്ടിലും നല്ലത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മേടിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ അടുത്ത പ്രോഡക്റ്റ്, അതായത് നമ്മളുടെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ മേക്കപ്പ് ചെയ്തിട്ട് നമ്മൾ ഫൈനലായിട്ട് ചെയ്യുന്ന കാര്യം എന്താ, ലിപ്സ്റ്റിക് ഇടും. നിങ്ങൾ ഫൈനലായിട്ട് ലിപ്സ്റ്റിക് ആണ് ഇടാന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഫൈനലായിട്ട് ലിപ്സ്റ്റിക് ആണ് ഇടാറ്. ഞാൻ ബാക്കി നമ്മളുടെ ബേസ് മേക്കപ്പും എല്ലാ മേക്കപ്പും ചെയ്തതിന് ശേഷം ലാസ്റ്റാണ് കേട്ടോ ലിപ്സ്റ്റിക് ഇടാം. എനിക്കറിയില്ല നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബില്ലും. ഓക്കെ, അപ്പോൾ 2 പ്രോഡക്റ്റ്സ് ആണ്, ഒരു ലിപ് ലൈനറും ഒരു ലിപ്സ്റ്റിക്കും. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് മാർസിൻ്റെ, ഇതിൻ്റെ ഷെയ്ഡ് ഏതായിരുന്നു, സെസ്റ്റി സൂമ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് നല്ല ഷെയ്ഡാട്ടോ. ഇത് നല്ലൊരു എവറിഡേ ലിപ്സ്റ്റിക്കാണ്. കുറച്ച് തെറ്റി, ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് ഞാനിത് തുറന്നപ്പോൾ തന്നെ ഇത് ഒടിഞ്ഞു പോയി. ഞാൻ ഇത് മേടിച്ചിട്ട് എനിക്കിത് ഡെലിവറി കിട്ടി, ഞാൻ പാക്കറ്റ് പിടിച്ച് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആയിരുന്നു കേട്ടോ ഈ ലിപ്സ്റ്റിക്ക് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനിത് തുറന്നപ്പോഴത്തേക്കിനും അപ്പം തന്നെ ഇത് പൊട്ടിപ്പോയി. ഇത് ഞാൻ എങ്ങനെയോ ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തിൻ്റെ ഉള്ളിലേക്ക് കുത്തി തിരികെ വെച്ചേക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ തിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഷെയ്ഡ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ എവറിഡേ ലിപ്സ്റ്റിക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ഇത് നല്ലതാണ്. ഇതിങ്ങനെ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഇതിനുള്ളൂ കേട്ടോ. അതെനിക്കറിയില്ല, എൻ്റെ ലിപ്സ്റ്റിക്ക് മാത്രമാണ് ഇങ്ങനെ പെട്ടെന്ന് ഒടിഞ്ഞു പോയെന്നുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഇത് മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. എൻ്റെ എല്ലാ വീഡിയോസിലുള്ള സെയിം ഡയലോഗാണിത്. അത് കാരണം എൻ്റെ ക്യാമറമാൻ അപ്പുറത്തിരുന്ന് ചിരിക്കാട്ടോ ഞാൻ ഈ ഡയലോഗ് പറയുമ്പോഴത്തേക്കിനും. ഓക്കെ, അപ്പോൾ ഇത് നല്ല ലിപ്സ്റ്റിക്കാണ്. ഇതിന് ഇങ്ങനെ ഒടിഞ്ഞു പോണത് എൻ്റെ ലിപ്സ്റ്റിക്ക് മാത്രമാണ് ഒടിഞ്ഞു പോയെന്ന് എനിക്കറിയില്ല. വേറെ ആൾക്ക് ഇങ്ങനെ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് നല്ലതാണ്. അതാണ് നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. നല്ലൊരു ഷെയ്ഡാണ്. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് നമ്മൾ മേക്കപ്പ് ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ ലിപ്പ് ലൈനർ വരയ്ക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇത് നല്ലൊരു ഷെയ്ഡാട്ടോ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ബർഗണ്ടി ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഷെയ്ഡ്. അതെ, ബർഗണ്ടിയാണ് 09. ഇത് നല്ലൊരു ലിപ്പ് ലൈനറാട്ടോ. ഇപ്പോൾ ചില ലിപ്സ്റ്റിക്കൊക്കെ നമ്മൾ മേടിച്ചിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ലിപ്സ്റ്റിക്കൊക്കെ കുറച്ചും കൂടെ നമ്മളുടെ ഷെയ്ഡിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇത് നല്ലതാട്ടോ. ഇതിൻ്റെയും ഷെയ്ഡ് ഞാൻ ഇവിടെ വരച്ച് കാണിച്ചിട്ട് ഇത് കുറച്ചും കൂടെ ക്രീമി ആയിട്ടുള്ളതാട്ടോ.
ഇപ്പുറത്തെ വരെയാണ് കേട്ടോ. നല്ലതല്ലേ? ഇത് കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡാണ്. ഇതിപ്പോൾ നല്ല വലുതായിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ ചെത്തി ഈ പരിവാക്കി വെച്ചേക്കുക. അപ്പോൾ ഇത് നല്ലതാട്ടോ. ഇത് നമ്മൾ കുറച്ചും കൂടെ ഈ ഒരു ലൈനർ നമ്മൾ ഇത് മാത്രമായിട്ട് ഞാൻ ഇടാറുണ്ട് കേട്ടോ. ഈ ഒരു ലിപ്പ് ലൈനർ മാത്രമായിട്ടും. ഇതിപ്പോൾ നമ്മളൊരു കുറച്ച് ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ മാത്രം ഫില്ല് ചെയ്ത് കൊടുത്ത് ഇതുകൊണ്ട് നന്നായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത്. നമുക്കൊരു ബിഗിനറാണ്, നമുക്ക് മേക്കപ്പ് ചെയ്യാനൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല ലുക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊക്കെയും കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള, എല്ലാം ഒരു 300 ബിലോ വരുന്ന പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. ഒന്നും അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് ഇഷ്ടമാണ്, പക്ഷെ നിങ്ങൾക്ക് എന്താ പറയുക, അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് വാങ്ങി യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും പ്രോഡക്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മേടിച്ചോളൂ. നല്ല പ്രോഡക്റ്റ്സ് ആട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ഡിഫക്ട്സ് ഒക്കെ ഞാൻ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്സ് ഏതെങ്കിലും ഇഷ്ടമാണെന്നുണ്ടെങ്കിലും മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക. എല്ലാം ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ചും കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.